ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഈവനിങ് സ്നാക്കിന് വട്ടലയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് ഇന്നൊരു അസിസ്റ്റൻറ്റ് ഷെഫും കൂടെ ഉണ്ട്. അപ്പോൾ അസിസ്റ്റൻ്റാണ് ഇതേ എല്ലാ കാര്യങ്ങളും ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ടിപ്പരിപ്പൊക്കെ വാരി മിക്സി ജാറിലേക്ക് ആദ്യം ഇടുന്നുണ്ട്. ഇത് ഏകദേശം എൻ്റെ ഒരു കൈ നിറയാനുള്ള അണ്ടിപ്പരിപ്പാട്ടോ ഉള്ളത്. അതും അതിലേക്ക് തന്നെ 8-10 ഏലക്കയും കൂടെ ആദ്യം നമ്മളിട്ട് ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതും അസിസ്റ്റൻ്റ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഏലക്കയൊക്കെ പൊടിച്ച് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. അസിസ്റ്റൻറ്റിൻ്റെ കുഞ്ഞിക്കൈ ആയതുകൊണ്ട് 8-10 ഏലക്ക ഇടാനായിട്ട് 8-10 തവണ തന്നെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട് പൊടിച്ചിട്ട്. നല്ലൊരു മണം കേട്ടോ അണ്ടിപ്പരിപ്പും ഏലക്കയും കൂടെ പൊടിച്ച് കഴിഞ്ഞ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് മുട്ടയാണ്. അതും അസിസ്റ്റൻറ്റ് ഷെഫാണ് എടുത്തു തരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആൾ ബിസ്ക്കറ്റൊക്കെ എടുത്ത് തിന്നാനും തുടങ്ങിയിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് ഒരു 2-3 സ്പൂൺ നല്ല പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അരിച്ചെടുക്കണം. കാരണം ഈ ഏലക്കയുടെ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ അതിനകത്ത് കിടപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് പാലാണ്. നല്ല തിളപ്പിച്ച പാല് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഞാനൊരു 6 മുട്ടയ്ക്ക് 500 ml പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്ന് ആവിയേറ്റ് എടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത് ബേക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ സെറ്റപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു പാത്രത്തിൽ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിനകത്ത് എണ്ണ പുരട്ടിയിട്ട് ഞാൻ അതിൽ വെച്ചിട്ട് ആവിയേറ്റാനായിട്ട് ഇഡലി പാത്രത്തിൽ അരച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. അവസാനം ഞാൻ ചെറുതായിട്ട് ഡെക്കറേഷൻ പണികൾ ചെയ്താണ് ആ പച്ച കളറിൽ കാണുന്നത്. നന്നായിട്ട് ആവി കയറി കഴിഞ്ഞാൽ ഏകദേശം ബേക്ക് ചെയ്ത ഈ ഒരു ലെവലിലേക്ക് കിട്ടും കേട്ടോ. ഈ ദിവസം ഞാൻ കുഞ്ഞ് പീസാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചൂടുണ്ടെങ്കിൽ ആൾ കോരി തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റാട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മളിങ്ങനെ ഞെക്കണ സമയത്ത് സ്പോഞ്ച് പോലെയൊക്കെ നീങ്ങും. അതുകൊണ്ട് പിള്ളേർക്ക് കഴിക്കാനും എളുപ്പമാണ് കേട്ടോ.